ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോവാണ്. അതും വീട് മാറാനായിട്ടാണ് പോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് ഏകദേശം 4 ദിവസത്തെ യാത്രയുണ്ട്. കാറിലാണ് പോകുന്നത്. ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ഇവളെ ശല്യപ്പെടുത്താനായിട്ട് ഒരാളും കൂടെ ചെല്ലും. അത് ആരാണെന്നൊന്നും അവൾക്ക് അറിയത്തില്ല. എന്നാൽ അവളുടെ പിന്നാലെ വരുന്നുണ്ട്. ഇവള് പേടിച്ചിട്ട് പരമാവധി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നടന്നില്ല. ഇയാൾ അവളെ പിടിച്ചോണ്ട് പോകും. ഇവളെ പിടിച്ചോണ്ട് പോയിട്ട് ഇവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതും ബേസ്മെന്റിൽ അടച്ചിട്ടിട്ട്. ഇവൾ ആ ബേസ്മെന്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കാണോ? അവൻ എന്തിനായിരിക്കും അവളെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്? അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ഹീറോയിനായിട്ടുള്ള പെൺകുട്ടി എന്തൊക്കെ ചെയ്തു കാണും? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ എലോൺ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ജെസിക്കനെയാണ്. ജെസിക്ക അവളുടെ വീട് മാറി പോവാണ്. ഏകദേശം കുറെ ദൂരമുണ്ട്. കാറിലാണ് പോകുന്നത്. അവളുടെ പഴയ സാധനങ്ങളെല്ലാം അവൾ കാറിൽ പറക്കി വെക്കുന്നുണ്ട്. എന്നാൽ ഒരു ചെടി മാത്രം വെക്കാനായിട്ട് സ്ഥലമില്ല. അത് മാറ്റി വെച്ചിട്ട് എല്ലാം പൂട്ടിയതിനു ശേഷം കാർ എടുത്ത് യാത്ര തിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ മറച്ചു വെച്ച് അവള് നല്ല രീതിയിൽ കാർ ഓടിച്ച് പോവുകയാണ്. പോണതിന് മുമ്പ് കാറിന് പെട്രോൾ അടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വണ്ടി ഓട്ടി കുറെ കാടൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അതുവഴി ഓടിച്ചു പോകുമ്പോൾ ഒരു കാറാണെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ അവളെ കയറ്റി വിടുന്നില്ല. ആ കാറ് നല്ല സ്ലോയിലാണ് പോകുന്നത്. അവൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് കുറെ അധികം വണ്ടികളുണ്ട്. അതുമല്ല ആ വണ്ടി സ്പീഡ് കൂട്ടുന്നൊന്നുമില്ല. എന്തായാലും ഓവർടേക്ക് ചെയ്ത് പോയേ പറ്റൂ. പലതവണയായിട്ട് ഹോൺ അടിച്ച് നോക്കുന്നുണ്ട്. എന്നാലൊന്നും ആ വണ്ടി കേൾക്കുന്നില്ല. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് അവൾ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇവൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റേ വണ്ടിയില്ലേ, ഇവളെ കയറ്റി വിടാതിരുന്ന ആ വണ്ടിയുടെ വേഗത കൂട്ടും. അവളുടെ ഒപ്പം വരുവാണ്. മനഃപൂർവ്വം തന്നെ വേഗത കൂട്ടി വന്നതാണ്. എന്നാൽ ഓപ്പോസിറ്റ് ഒരു ട്രക്കും വരുന്നുണ്ട്. ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അവള് വിട്ടുകൊടുക്കത്തില്ല. എങ്ങനെയൊക്കെയോ സ്പീഡ് കൂട്ടി വെട്ടിച്ച് മാറ്റി ആ ഒരു റോഡിൽ കയറുന്നുണ്ട്. ഇവളുടെ വണ്ടിയിലാണെങ്കിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു കാരിയർ പോലെ. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സാഹസ പ്രകടനം നടത്തിയത്. എന്തായാലും അവൾ വണ്ടിയിൽ നിന്നും തട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വണ്ടിക്കാരൻ മനഃപൂർവ്വം തന്നെ സ്പീഡ് കൂട്ടി അവളെ ബുദ്ധിമുട്ടിച്ചതാണ്. ഇങ്ങനൊരു നിമിഷം അവൾ മുമ്പിൽ കണ്ടപ്പോൾ ഒരുപാട് പേടിച്ചു പോയി. ജസ്റ്റ് മിസ്സിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അവളെ ട്രക്ക് തട്ടിയനെ. ആ ഒരു പേടിയിലിരിക്കുകയാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾ സമാധാനപ്പെട്ട് വണ്ടി ഓടിച്ച് പോവാണ്. എന്നാൽ ഇത്രയും നേരം പതിയെ പോരുന്ന വണ്ടിയാണെങ്കിൽ നല്ല വേഗതയിൽ വന്നിട്ട് അവളുടെ പിന്നിലിട്ട് ഹോൺ അടിക്കാനായിട്ട് തുടങ്ങും, കയറി പോകാനായിട്ട്. എന്നാൽ ആ വണ്ടി കയറി പോകുന്ന നോക്കിയാൽ ഇല്ല. അവളെങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോൺ അടിച്ചുകൊണ്ട്. അവളും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ പേടിച്ചോടിക്കുകയാണ്. ഇനി വല്ല സൈക്കോ ആണെങ്കിലോ പിന്നിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവളും പേടിച്ച് കാർ ഓടിച്ച് പോവാണ്. എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 വഴിയുണ്ട്. അവള് വേറെ വഴിയിലും മറ്റേ കാർ വേറെ വഴിയിലും പോയി. ആ കാറ് പോയെന്ന് അറിഞ്ഞ ഉടനെ അവൾക്ക് സമാധാനമാവുകയാണ്. കുറച്ചു നേരം കാർ അവൾ അവിടെ ഒതുക്കിയിടുന്നുണ്ട്. പിന്നീട് രാത്രി ആവുന്ന സമയത്ത് അവൾ ഒരു പെട്രോൾ പമ്പിൽ ചെല്ലുന്നുണ്ട്. അടിച്ച പെട്രോളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. പെട്രോൾ അടിക്കുന്ന സമയത്ത് അവൾ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. അവളുടെ അച്ഛനോ മറ്റോ ആണ്. അച്ഛൻ ചോദിക്കും എന്തിനാണ് നീ പോയതെന്ന്. എന്നാൽ അവള് പറയും അവിടെ നിന്നിട്ടൊരു മനസ്സമാധാനം ഇല്ല, അതുകൊണ്ടാണ് അവള് വീട് മാറി പോകുന്നതെന്ന്. അങ്ങനെ അവൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നേരത്തെ നമ്മൾ കണ്ട വണ്ടിയില്ലേ, ഇവളെ ശല്യം ചെയ്ത വണ്ടി, ആ വണ്ടി അങ്ങോട്ട് വരികയാണ്. കുറച്ചു നേരം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് അവള് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവള് മാത്രമേ പെട്രോൾ പമ്പിലുള്ളൂ. ഇനി വല്ല വൈരാഗ്യത്തിന് ആ വണ്ടിക്കാരൻ എന്തെങ്കിലും ചെയ്താലോ. എന്നാൽ ആ വണ്ടി കുറെ നേരം അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇവളൊന്ന് സമാധാനപ്പെട്ട് പോകുന്നുണ്ട്. ഫോൺ കോളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവള് കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ആ വണ്ടിക്കാരൻ എന്തിനാണ് അവളെ ഫോളോ ചെയ്യുന്നതെന്ന് അവൾക്ക് അറിയില്ല. അവൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ആ വൈരാഗ്യത്തിന് വന്ന് നോക്കിയതാണെങ്കിലോ അറിയില്ല. പിന്നീട് അവള് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു ഹോട്ടൽ റൂമിൽ ചെല്ലുന്നുണ്ട്. 4 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഓടിയെത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവൾ അവളുടെ റൂമിൽ ചെന്നിട്ട് ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ഉറങ്ങണതിന് മുമ്പ് അവളുടെ ടാബ് എടുത്തിട്ട് അവളുടെ ഹസ്ബൻഡിന്റെയും ഫോട്ടോ നോക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡാണത്. എന്നാൽ അത് കണ്ടിട്ട് അവൾ ഇരുന്ന് കരയാൻ തുടങ്ങും. അവൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളത് പോലെ. അങ്ങനെ കരഞ്ഞ് അന്നത്തെ ദിവസം ഉറങ്ങിപ്പോവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷം ഒരുങ്ങി നേരെ കാറിന്റെ അടുത്ത് ചെന്ന് കാർ സ്റ്റാർട്ടാക്കും. അവൾ പോവാനായിട്ട് കാർ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്ന് ആ കാറിന്റെ ഡോറിന്റെ ഗ്ലാസ്സിൽ മുട്ടുകയാണ്. അവൾ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു പോയി. കുറച്ച് ഭാഗം ഗ്ലാസ് തുറന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും. അയാള് ചോദിക്കും എന്നെ നിനക്ക് മനസ്സിലായെന്ന്. എന്നാൽ അവൾ ഇയാളെ നേരെ കണ്ടിട്ടില്ല. അപ്പൊ അയാൾ ഒരു വണ്ടി കാണിച്ചു കൊടുത്തിട്ട് അവളോട് ചോദിക്കും ഇപ്പൊ എന്നെ മനസ്സിലായോന്ന്. ഇത് മറ്റാരുമല്ല, ഇന്നലെ അവൾ ഒരു വണ്ടിക്കാരൻ ശല്യം ചെയ്തില്ലേ, ആ വണ്ടിക്കാരൻ തന്നെയാണ്. ഇവൾ ആകെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ആ വണ്ടിക്കാരൻ അവളോട് ക്ഷമ പറയും. ഇന്നലെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട്. ഇയാള് പറയുന്ന കാരണം മറ്റൊന്നുമല്ല, ഇയാൾ കാർ ഓട്ടിച്ചുകൊണ്ട് ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വണ്ടി പതിയെ ഓടിച്ചു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇയാൾക്ക് എന്തോ ആവശ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ കാർ എടുത്ത് പോയി. അങ്ങനെയാണെന്ന് പറഞ്ഞ് ക്ഷമ പറയാണ്. എന്നാൽ അവൾക്ക് അയാളോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. ഇത് മനസ്സിലാക്കാതെ അയാൾ വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എവിടാണ് താമസിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. എന്നാൽ അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. നിങ്ങൾ പൊക്കിയൊന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചതിന് ശേഷം അവൾ കാർ എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അയാൾക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ അവൾക്ക് തോന്നി. സാധാരണ ഒരാൾ എന്തായാലും വന്ന് ശല്യം ചെയ്തിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ, മാറിപ്പോവാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ അവൾ
അവള് കാർ ഓടിച്ച് വേറൊരു കാടിന്റെ ഭാഗത്ത് ചെല്ലുന്നുണ്ട്. ഒരു കാട്ടിന്റെ നടുവിൽ ഒരു റോഡ്. അവിടെ ചെല്ലുമ്പോൾ അവൾ എന്താ കാണുന്നത്? നേരത്തെ കണ്ട ആ മനുഷ്യനില്ലേ, അയാളുടെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് അയാൾ നടു റോഡിൽ നിൽക്കുന്നു. ഒരു വണ്ടീനെയും കടത്തി വിടാൻ പറ്റാത്ത രീതിയിൽ കാർ അങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അവൾക്ക് പോകാനായിട്ട് വേറെ നിവൃത്തിയില്ല. കാർ അവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇയാൾ പതിയെ നടന്ന് അവളടുത്ത് ചെല്ലുകയാണ്. ഗ്ലാസ് തുറക്കാനായിട്ട് പറയും. എന്നാൽ അവൾ പേടിച്ചിട്ട് പകുതി ഗ്ലാസ് മാത്രമേ തുറക്കുന്നുള്ളൂ. അയാൾ കാര്യം പറയും, അയാളുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി പോയി, അത് ശരിയാക്കാനായിട്ട് തൊട്ടടുത്തുള്ള ടൗൺ വരെ പോകണം. അതിന് മുമ്പ് ഈ കാർ ഒന്ന് തള്ളി ഒരു സൈഡിലോട്ട് മാറ്റിയിടണമെന്ന്. അവളെ സഹായത്തിന് വിളിക്കുമ്പോൾ അവൾക്കൊരു പേടി. അയാളും എവളും മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. ഇനി അയാൾ വല്ലതും ചെയ്താലോ? അതുകൊണ്ട് തന്നെ ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇയാളെ മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. മെക്കാനിക്കിനെ വിളിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൾ വിളിക്കാനൊന്നും പോകുന്നില്ല. ഇയാൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവളെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ കാർ ഒതുക്കിയിട്ടേക്കുന്നതെന്നാണ് അവൾ വിചാരിക്കുന്നത്. അറിയില്ല എന്താണ് സംഭവം എന്ന്. എന്തായാലും ഇയാളെ മൈൻഡ് ചെയ്യാതെ അവൾ കാർ ഓടിച്ചൊരു സ്ഥലത്ത് വരുന്നുണ്ട്. രാത്രി സമയമായിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരം വിശ്രമിക്കാന്ന് വിചാരിച്ച് അവിടെ ഇരുന്നിട്ട് അവളുടെ അമ്മേനെ ഫോൺ വിളിക്കും. അവൾ അവളുടെ വീട്ടുകാരുടെ അടുത്ത് പോലും പറയാതെയാണ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവൾക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനം ഇല്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അതുമല്ല, ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്നിട്ട് സമാധാനം ഇല്ല. അങ്ങനെയാണ് അവൾ അവിടെ നിന്ന് മാറിപ്പോയത്. ഇപ്പൊ കുറച്ച് സമാധാനമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനായിട്ട്. അങ്ങനെ അമ്മ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കണം, വിഷമിക്കാൻ പാടില്ല, വേറെ ഒരാളെ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് നേരത്തെ കണ്ട മനുഷ്യൻ കാർ ഓടിച്ച് വരുന്നത്. അങ്ങനെ കാറിന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇയാൾ വന്ന ഉടനെ ഇവൾക്ക് മനസ്സിലായി അത് അയാളുടെ കാറാണെന്ന്. പെട്ടെന്ന് തന്നെ ഇവള് പേടിച്ച് ഓടി വന്ന് അവളുടെ കാറിൽ കയറുകയാണ്. കാർ സ്റ്റാർട്ടാക്കി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇവള് പേടിച്ചിട്ട് കാർ സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഇയാൾ അടുത്ത് വന്നിട്ട് ഇവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി പോയതാണ്, അല്ല നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവള് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാർ കൊണ്ടുവന്ന് അവൾക്ക് കുറുകു വയ്ക്കുകയാണ്. ആ വണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ഒതുക്കിയതാണ്. ഇവൾ ആ വണ്ടിക്കാരനെ കുറെ അധികം തെറി പറയുന്നുണ്ട്. എന്നാൽ അയാൾ വണ്ടിയൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. ആ സമയം കൊണ്ട് നേരത്തെ വന്ന ആ ഒരു മനുഷ്യൻ അങ്ങോട്ട് വരികയാണ്. ഇവളോട് ചോദിക്കും, ഇപ്പൊ നീ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലുവോ? ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതല്ലേ, എന്റെ കാറിൽ വണ്ടി കയറേണ്ടല്ലായിരുന്നോ? എന്നാൽ ഇവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വണ്ടി പോയ ഉടനെ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇയാളെ വിശ്വസിക്കാനായിട്ട് കൊള്ളത്തില്ല. എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കുമെന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇവൾക്ക് അയാൾ അറിയത്തില്ല. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും ഉള്ളടത്ത് സംസാരിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ അവൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത്, അതും കാട്ടിന്റെ നടുക്കൂടാണ് കാർ ഓടിച്ചു പോകുന്നത്. രാത്രി ആയിട്ടുണ്ട്. ഇവളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നിലൂടെ ഒരു കാർ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് കണ്ട് അവൾ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നത്, അവളുടെ ഫോൺ എടുത്ത് പോലീസിന് ഫോൺ കോൾ ചെയ്യും. പോലീസ് എടുത്തിട്ട് എന്താ പ്രശ്നം, നിങ്ങൾ എവിടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും. അവളെ ഏതോ ഒരു മനുഷ്യൻ ഫോളോ ചെയ്യുന്നുണ്ട്, അടുത്ത് വന്നിട്ടുണ്ട്, എങ്ങനെയും രക്ഷിക്കണമെന്ന്. എന്നാൽ അവള് നല്ല ഭയപ്പെട്ടിട്ട് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ലൊക്കേഷൻ ഒന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയത്തില്ല. എന്നാൽ അവൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അത് വേറെ ഏതോ ഒരു കാറായിരുന്നു. അത് അവളെ ഓവർടേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ അങ്ങ് പോകും. അത് കാണുമ്പോഴാണ് അവൾ ഒന്ന് സമാധാനപ്പെടുന്നത്. ആ പോലീസുകാരോട് പറയും, പേടിയാനൊന്നുമില്ല, ആ വണ്ടി ഫോളോ ചെയ്ത് എന്നെ പറ്റിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് പോയെന്ന്. അത് ഫോളോ ചെയ്തതൊന്നുമല്ല, സാധാരണ പോലെ ഒരു കാർ പോയതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഫോൺ കോൾ കട്ട് ചെയ്യും. പിന്നെ അവള് സമാധാനപ്പെട്ട് ചെറിയൊരു പേടിയോടെ വണ്ടി ഓടിച്ചു പോകും. എന്നാൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവസാനം ഒരു സൈഡിൽ പോയി കുടുങ്ങി നിൽക്കുകയാണ്. അവൾക്ക് എന്തായാലും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല. ഒന്നെങ്കിൽ ബാക്കിലുള്ള ആ ക്യാരിയർ ഊരി വിട്ടിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്താ പ്രശ്നം എന്ന് അറിയാനായിട്ട് അവൾ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ ക്യാരിയറിന്റെ ടയർ പഞ്ചറായി പോയി. അതുകൊണ്ട് എന്തായാലും മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇവൾ ഇത് റെഡിയാക്കിയല്ലേ പറ്റുമോ. അതുകൊണ്ട് തന്നെ റെഡിയാക്കാനായിട്ട് നിൽക്കുമ്പോൾ നേരത്തെ കണ്ട മനുഷ്യന്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവളുടെ തോന്നലാണ് അത് അയാളുടെ കാറാണെന്ന്. ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടാൽ ഏതെങ്കിലും ഒരു സൈക്കോ ഒന്ന് അവളെ ഉപദ്രവിക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് ആ ക്യാരിയറിന്റെ ലോക്ക് അഴിച്ചു വിടുകയാണ്. ആ ക്യാരിയർ ഇനി അവൾക്ക് വേണ്ട, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയില്ലേ പറ്റൂ. അങ്ങനെ കാറ് കയറിയിട്ട് കാർ സ്റ്റാർട്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവള് പേടിച്ചത് കൊണ്ട് തന്നെ സ്റ്റാർട്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയം കൊണ്ട് ആ ഒരു മനുഷ്യൻ തന്നെ അത് അയാൾ കാർ ഓടിച്ച് അവിടെ വന്നു കഴിഞ്ഞു. അയാളുടെ വണ്ടിക്കകത്തൊരു ജാക്കി ഉണ്ടായിരുന്നു. ആ ഒരു സ്പാനർ എടുത്തോണ്ട്, അല്ലെങ്കിൽ ആ ജാക്കി എടുത്തോണ്ട് വന്നിട്ട് അവളുടെ കാറിന്റെ ഗ്ലാസ് നോക്കി ഒറ്റ അടിയാണ്. അത് പൊട്ടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾ കാറിന്റെ അകത്ത് കയറിയിട്ട് അവളെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. അയാൾ വിടുന്നില്ല. അവളെ പിടിച്ചിട്ട് മുഖം നോക്കി പലതവണയായിട്ട് ഇടിച്ച് അവളുടെ ബോധം നഷ്ടപ്പെടുത്തി കളയും. ഇയാൾ മനഃപൂർവ്വം തന്നെ അവളെ ദ്രോഹിക്കാനായിട്ടാണ് പിന്നാലെ വന്നത്. ഇയാൾക്ക് വേറെ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ആവുകയാണ്. അവൾ കണ്ണ് തുറക്കുന്ന ഒരു ബേസ്മെന്റിലാണ്. ഇത് എവിടാണെന്നൊന്നും അവൾക്കറിയത്തില്ല. ആ ഒരു സൈക്കോ അവളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവള് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവിടെ തന്നെ ഒരു ഡോർ ഉണ്ട്. അത് വന്ന് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് തുറക്കുന്നില്ല. അത് പൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. അതുവഴി പുറം ഭാഗം കാണാം. അങ്ങനെ അവള് പുറത്ത് നിന്ന് നോക്കുമ്പോൾ, അതായത് ആ ഗ്ലാസ് വഴി പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവള് കൊട്ടി വിളിക്കും, എന്നെ വെറുതെ വിട്ടൂടെ, എന്നെ വെറുതെ വിടും, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ശല്യം ചെയ്താൽ പൊയ്ക്കോളാം, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ തൊട്ടടുത്ത് വന്നിട്ട് ഇവളുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഇവളൊന്ന് പേടിച്ചു പോകുന്നുണ്ട് ആ ഒരു മനുഷ്യന്റെ പെരുമാറ്റം കാരണം. അങ്ങനെ രാത്രി ആവുന്ന സമയത്തും അവളെ തുറന്നു വിട്ടിട്ടില്ല. അവൾ ആകെ
ആകെ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവൾക്ക് കഴിക്കാനായിട്ടും ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അവൾ പേടിച്ചിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ആ ഒരു സൈക്കോ കയറി വരുന്നത്. അയാൾ കയറി വന്നിട്ട് ഇവളോട് ഡ്രസ്സൊക്കെ ഊരി കളയാനായിട്ട് പറയും. ഇവള് നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ ഡ്രസ്സ് എല്ലാം അഴിക്കാനായിട്ട് അയാൾക്ക് അവളെ പീഡിപ്പിക്കാനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അവൾ പേടിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, അതിനു മുമ്പ് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോവോ, ആ ഒരു സ്ഥലം എവിടാന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ എണീറ്റ് അയാളുടെ പിന്നാലെ ചെല്ലും ബാത്റൂമിൽ പോകാനായിട്ട്. ഇയാളെ ബാത്റൂമിൽ കൊണ്ടുപോകാന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അവളെ പറ്റിച്ചതാണ്. അവൾ ഡോറിന്റെ അടുത്ത് ചെന്നതും അവളുടെ തല പിടിച്ച് ഡോറിൽ ഒറ്റയാടി. അവൾ താഴെ വന്ന് വീഴാണ്. അവളുടെ ബോധം പകുതിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ബോധം കെട്ട്, അതായത് പകുതി ബോധത്തിൽ കിടക്കുന്ന അവളുടെ അടുത്ത് വന്നിട്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്, അവളെ കെട്ടിപ്പിടിക്കുകയാണ്, അവളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾക്ക് അനങ്ങാനോ ഒന്നിനും കഴിയുന്നില്ല. ഇനി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ നല്ല രീതിയിൽ ഉപദ്രവിക്കും. അവളും അങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോൾ ഇയാൾ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ ചെവിയുടെ ഭാഗത്ത് വന്നിട്ട് അവളോട് സംസാരിക്കും. അവളുടെ കഴുത്തിൽ ഒരു മാല കിടപ്പുണ്ട്. ആ മാലയ്ക്കകത്ത് നോക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോയുണ്ട്. ഇതാരാണെന്ന് ചോദിച്ചത് വലിച്ചു പൊട്ടിക്കും. ഇവളും പേടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും അത് അവളുടെ ഹസ്ബൻഡ് ആണെന്ന്. ഇപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൾ മരണപ്പെട്ടു പോയെന്ന് പറയും. എങ്ങനെ മരണപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തതാണെന്ന് പറയും. അവളുടെ ഭർത്താവ് എങ്ങനെയോ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് മരിച്ചതാണ്. പക്ഷെ അതിന്റെ കാരണമൊന്നും അറിയത്തില്ല. അയാൾ അവളെ കളിയാക്കുന്നുണ്ട്, നിന്റെ ഭർത്താവ് ഒരു പേടിത്തൊണ്ടനാന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആ സൈക്കോ കില്ലറിനാണെങ്കിൽ അവളുടെ വണ്ടിയിൽ നിന്ന് ആ ഒരു ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. അവൾ കൊണ്ടുവന്ന ആ ഒരു ടാബ്ലറ്റ്, ആ ടാബ്ലറ്റിൽ നോക്കിയിട്ട് അവളുടെ ഭർത്താവിന്റെ കാര്യമൊക്കെ ഇയാൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ഭർത്താവിന്റെ കാര്യമൊക്കെ അവളോട് ചോദിക്കുന്നത്. അവൾ ഈ ഭർത്താവിന്റെ ഫോട്ടോയൊക്കെ ആ ടാബ് വഴി അവളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ ഇരുന്നങ്ങ് കരയാണ്. അവളെ കൊണ്ട് കരച്ചിട്ട് നിർത്താനായിട്ട് കഴിയുന്നില്ല. അവൾ ഹസ്ബൻഡിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സൈക്കോ കില്ലറോട് അവളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് അവളെ വെറുതെ വിടുകയാണ്. അവളെ ഉപദ്രവിക്കുന്നില്ല ഈ ഒരു സമയം. അയാൾ പതിയെ അവിടെ നിന്ന് മാറിപ്പോവും. ആ ഒരു മാലയും പൊട്ടിച്ചെടുത്തതിന് ശേഷം അയാൾ ആദ്യം അവളെ അടിച്ചിട്ടത് അവളെ പീഡിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, എന്നാൽ പീഡിപ്പിച്ചില്ല. അയാൾ പോയതിനു ശേഷം അന്നത്തെ രാത്രി അവൾ ഉറങ്ങിപ്പോവാണ്. അത്രയ്ക്ക് വലിയ അടിയാണ് അവളുടെ തലയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവൾ കണ്ണു തുറക്കും. അവൾ മാത്രമേ ആ റൂമിലുള്ളൂ. അതുമല്ല, റൂം പുറത്തുനിന്ന് പിടിച്ച് കുറ്റിയിട്ടിട്ടുണ്ട്, പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. അവൾ വന്ന് ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നില്ല. അതല്ല, അവൾ ആ ഡോറിന്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്, താക്കോലിന്റെ ഇടയിൽ കൂടെ. അത് നോക്കുമ്പോൾ എന്താ കാണുന്നത്, താക്കോൽ ആ ഡോറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഊരി എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഊരി ഡോറിന്റെ അടിയിൽ കൂടെ അപ്പുറത്തോട്ട് ഇടും. ആ താക്കോലിൽ കുത്തിയിടുന്ന സമയത്ത് ആ താക്കോൽ കറക്റ്റ് കോട്ടിൽ വീഴണം. അങ്ങനെ വലിച്ചെടുക്കാനായിട്ടാണ് പ്ലാൻ. പക്ഷേ അവള് വിരൽ വെച്ച് കുത്തി നോക്കിയിട്ട് ആ താക്കോലൊന്ന് തൊടാനായിട്ട് പോലും സാധിക്കുന്നില്ല. എന്ത് ചെയ്യാന്ന് അറിയാൻ പാടില്ലാതെ അവൾ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും തൊട്ടടുത്ത് ഒരു മരപ്പലകയുണ്ട്. ആ പലകയ്ക്കകത്ത് ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഊരിയെടുക്കുകയാണെങ്കിൽ ആ ആണി വെച്ച് ഈ താക്കോല് തൊട്ടാൽ മതി, അത് തറയിൽ വീണോളും. ഇത് മനസ്സിലാക്കുന്ന അവളാണെങ്കിൽ ആ ആണി ഊരിയെടുക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലും. എന്നാൽ അവള് ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് കഴിയുന്നില്ല. അത് നല്ല കട്ടിക്ക് അടിച്ചു വെച്ചേക്കാണ്. അത് അവളുടെ കയ്യിൽ കൊണ്ട് മുറിയുന്നുണ്ട്. എന്നാൽ അവൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സില്ല. അവളുടെ ഒരു ജാക്കറ്റ് ഇല്ലേ, ആ ജാക്കറ്റ് ഡോറിന്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ആണിയിൽ പിടിച്ചത് വലിച്ചൂരാനായിട്ട് ശ്രമിക്കും. പലതവണയായിട്ട് ശ്രമിച്ചിട്ട് അത് വലിച്ചൂരിയിടുകയാണ്. പഴയതുപോലെ തന്നെ ആ ജാക്കറ്റ് കൊണ്ടുവന്ന് ഡോറിന്റെ താഴ്ഭാഗം വഴി അവിടെ വെക്കുകയാണ്. താക്കോല് വീഴുന്ന സമയത്ത് അത് വലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ആണി വെച്ച് ആ ഡോറിന്റെ താക്കോലിലോട്ട് ഒറ്റക്കുത്താണ്. ആ താക്കോല് താഴെ ചെന്ന് വീഴുന്നുണ്ട്. പതിയെ ജാക്കറ്റ് വലിച്ചെടുക്കുമ്പോൾ ഡോറിന്റെ അടി വഴി അവൾക്ക് ആ താക്കോല് കിട്ടുകയാണ്. ആ താക്കോൽ ഉപയോഗിച്ച് തന്നെ അവൾ ഡോറ് തുറന്നിട്ട് പതിയെ അവളുടെ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കാതെ പതിയെ കയറിപ്പോവും. മുകളിൽ ഇനി അയാൾ ഉണ്ടെങ്കിലോ, ഇത് ബേസ്മെന്റ് അല്ലേ. അങ്ങനെ അവള് മണ്ടലോട്ട് കയറി വരുമ്പോൾ അവിടെയൊന്നും അയാളെ കാണാനില്ല. പക്ഷേ അയാൾ പുറത്ത് പോയിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അയാൾ വീട്ടിന്റെ പുറത്താണ് ഇപ്പോ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. ഇയാൾ വരുന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ അവളാണെങ്കിൽ പെട്ടെന്ന് സൈഡിലുള്ള ഒരു റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നുണ്ട്, ചെറിയൊരു റൂം. എന്നാൽ ഇയാൾ ഇതറിയാതെ തന്നെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വരാണ്. ഇയാളുടെ തൊട്ട് സൈഡിൽ തന്നെ അവള് നിപ്പുണ്ട്, എന്നാൽ കണ്ടിട്ടില്ല. ഇതറിയാതെ ഇയാൾ അവിടെ പതിയെ പോയിട്ട് വെള്ളം കുടിക്കുകയും അയാളുടെ ഫാമിലിനെ വിളിക്കുകയും ചെയ്യും. ഇയാൾക്ക് ഒരു ഭാര്യയും മോളും ഉണ്ട് കേട്ടോ. അവരോട് നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. അവരെ പറഞ്ഞു പറ്റിച്ചേക്കുന്നത് മറ്റൊന്നല്ല, ഇയാൾ എന്തോ ഒരു ബിസിനസ് ട്രിപ്പിന് വന്നിട്ടുണ്ട്, അങ്ങനെ ബിസി ആണെന്നാണ്. അങ്ങനെ മോളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഭാര്യയോടും എത്രയും പെട്ടെന്ന് വരാം, നമുക്ക് കറങ്ങാൻ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ആകെ ചൊറിഞ്ഞു കയറാണ്, വെച്ച് ഇടിച്ചു കൊടുക്കാനാണ് തോന്നുന്നത്. ഒരു ഫാമിലിയുള്ള മനുഷ്യനാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നത്. അതുമല്ല, അവൾക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഇവൾ ആ ഡോറ് ചെറുതായിട്ട് താങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയൊന്ന് തിരിഞ്ഞു നോക്കിയാലും അയാൾ അവളെ കണ്ടുപിടിക്കും, രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇയാൾ ഫോൺ കട്ടാക്കിയതിനു ശേഷം പതിയെ ബേസ്മെന്റിലോട്ട് പോവാണ്. ഇത് മുതലെടുത്ത ഉടനെ ഇവള് പെട്ടെന്നാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഡോറൊക്കെ തുറന്ന് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി ഓടും. നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ പറ്റൂ. പുറത്തെത്തി എങ്ങനെങ്കിലും പോലീസിനോട് പറഞ്ഞ് രക്ഷപ്പെടാം. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ബേസ്മെന്റിൽ പോയി നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഇയാൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവൾ ഓടി ആ ഒരു ഭാഗത്തോട്ട് തന്നെ ഓടുന്നുണ്ട്. ഇവൾ ഓടുന്ന സമയത്താണെങ്കിൽ അവിടെ തന്നെ എന്തോ ഒരു മരക്കമ്പ് ഉണ്ടായിരുന്നു. ആ മരക്കമ്പിൽ ചവിട്ടിയിട്ട് ഇവളുടെ കാലിൽ അത് പൊത്തു കയറാണ്. അത്യാവശ്യം വലിയൊരു മുറിവാണ്. എങ്ങനെയൊക്കെ അത് വലിച്ചു ഊരുന്നുണ്ട്. ഈ വലിച്ചൂരുന്ന സമയത്ത് അവൾ വേദന കാണണം നിലവിളിക്കുന്നുണ്ട് കേട്ടോ. ഈ നിലവിളി അയാൾ കേൾക്കും. അയാൾക്ക് അവളുടെ സ്ഥലം മനസ്സിലായിട്ടുണ്ട്, അവൾ എവിടെ ഉണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തോട്ട് ഓടുകയാണ്. എന്നാൽ അവള് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ആ ഒരു മുറിവും വെച്ച് ഉന്തി അവിടെ നിന്ന് ഓടുകയാണ്. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. ഇവൾ ഓടി ഓടി കുറെ അധികം പാറക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാനായിട്ട് പാടാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുമല്ല തൊട്ടടുത്ത് തന്നെ ഒരു ആറുണ്ട്. ആ ആറിന്റെ ഭാഗത്തോട്ട് ചെല്ലുകയാണ്. ആ ആറിന്റെ ഭാഗത്ത് ചെല്ലുമ്പോഴാവട്ടെ അയാള് ഇവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇവൾ ആറിന്റെ തൊട്ട് സൈഡിലല്ലേ. ഇയാള് പതിയെ പതിയെ അവളെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഇവളൊന്നും ചിന്തിക്കത്തില്ല. ആ ആറിലോട്ട് എടുത്തങ്ങ് ചാടുകയാണ്. ആ ആറ് വഴി നീന്താനായിട്ട് ശ്രമിക്കും. എന്നാൽ ആദ്യമൊക്കെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ഒഴുക്കിനനുസരിച്ച് നീന്താനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവാണ്. ആ ഒരു പ്രാന്തനിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ ഒഴുകി ഒഴുകി ഒരു സ്ഥലത്ത് വന്ന് അടിയാണ്. അവളുടെ ബോധമൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എങ്ങനെയെങ്കിലൊക്കെ ഇഴഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവൾ നടക്കാനായിട്ട് തുടങ്ങും. എന്നാൽ കാലിൽ അത് പൊത്തു കയറിയത് കൊണ്ട് തന്നെ ആ വേദനയിൽ നടക്കാനായിട്ട് കഴിയുന്നില്ല. താഴ്ന്നൊരു വടി എടുക്കുന്നുണ്ട്. ആ വടി എടുത്ത് ഉന്തി ഉന്തി പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതോ ഒരു മനുഷ്യൻ നടന്നു പോകുന്നതായിട്ട്. അവൾ ആകെ പേടിച്ചൊരു മരത്തിന്റെ സൈഡിൽ ഒളിഞ്ഞു നിൽക്കും. അവൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനിയിപ്പോ ആ പ്രാന്തനാണെന്ന് വിചാരിച്ച് ഒറ്റ അടിയാണ് ആ വടിയെടുത്ത്. ആ മനുഷ്യൻ താഴെ വീഴുന്നുണ്ട്. എന്നാൽ അതൊരു സൈക്കോ അല്ല, അതൊരു അപ്പൂപ്പനാണ്. ഈ ഒരു കാട്ടിൽ വേട്ടയ്ക്ക് വന്ന അപ്പൂപ്പൻ. അയാളാകെ പേടിച്ചു പോയിട്ട് തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടും. എന്നാൽ അവള് പേടിച്ചിട്ട് അപ്പൂപ്പ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒരാൾ ഉപദ്രവിക്കാനായിട്ട് വന്നു, അയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്, ആ പേടിയിലാണ് ഞാൻ അടിച്ചു പോയത്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയും. അപ്പൂപ്പനും അത് സത്യമാണെന്ന് തോന്നുകയാണ്. കാരണം അവളുടെ കാലൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട്, ദേഹത്തെല്ലാം രക്തക്കറ പറ്റിയിട്ടുണ്ട്. ജെസ്സിക്കാണെങ്കിൽ പതിയെ പതിയെ അപ്പൂപ്പനോട് അപ്പൂപ്പന്റെ ഫോൺ ചോദിക്കും. അപ്പൂപ്പനും പതിയെ പേടിച്ച് അപ്പൂപ്പന്റെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. ഈ ഫോൺ എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്താന്നില്ലേ, അപ്പൂപ്പന്റെ ഫോൺ പൊട്ടിയിട്ടുണ്ട്. അപ്പൂപ്പന്റെ ഫോൺ നെഞ്ചിന്റെ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത്, ആ ജാക്കറ്റിന്റെ പോക്കറ്റിൽ. എന്നാൽ ഇവൾ ആ വടി എടുത്തടിച്ച സമയത്ത് ആ ഫോൺ തകർന്നു പോയി. അത് വെച്ച് ഇനി പോലീസിനെ വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇവളുടെ കാലെല്ലാം നല്ല രീതിയിൽ മുറിഞ്ഞിരിക്കുന്നത് അപ്പൂപ്പൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാ നമുക്ക് പോവാൻ, ഇവിടെ നിൽക്കണ്ട, എന്റെ ഒരു ബൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ച് അപ്പൂപ്പന്റെ കാറിന്റെ അടുത്ത് വരും. അപ്പൂപ്പൻ ഒരു ഷൂ എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ് ഇടാനായിട്ട്. അവളുടെ കാലൊക്കെ ഒരുപാട് മുറിഞ്ഞിട്ടില്ലേ, ഷൂ ഇടാതെ ഓടിയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അത് അപ്പൂപ്പന്റെ ഭാര്യയുടെ ഷൂ ആണ്, വേറൊരു അമ്മമ്മയുടെ ഷൂ. എന്തായാലും അതൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇവൾ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. അതുമല്ല ഇവൾക്ക് ഫുഡും കിട്ടിയിട്ടില്ല. അപ്പൂപ്പൻ ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കിൽ ഫുഡ് ഇരിപ്പുണ്ട്, സാൻഡ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഒരു ബാക്ക് പാക്ക് ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ അവൾ ആ ബാക്ക് പാക്ക് എടുത്തിട്ട് അതിനകത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് സാൻഡ്വിച്ച് കിട്ടുകയാണ്. അവൾ അത് ആർത്തിയോടെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇവരിങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു മരം വീണ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി അത് മറ്റാരുടെയും പണിയല്ല, ആ ഒരു നാറിയുടെ പണി തന്നെയാണെന്ന്. അപ്പൂപ്പൻ അത് എടുത്തു മാറ്റാനായിട്ട് പോകും, കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൾ ആകെ പേടിച്ചിട്ട് ഇറങ്ങി ഓടാനായിട്ടൊക്കെ നോക്കുമ്പോൾ അപ്പം സമാധാനപ്പെടുത്തും, ഒന്നുമില്ല, അത് നമുക്ക് എടുത്ത് മാറ്റാന്ന് പറഞ്ഞിട്ട്. അവളും അപ്പൂപ്പന്റെ പിന്നാലെ ഇറങ്ങി ചെല്ലുകയാണ്. നല്ല രീതിയിൽ പേടിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ മാറ്റണം, ആ ഒരു സൈക്കോ ഇപ്പം വരും, എന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൂപ്പനും അവളുടെ ഈ ഒരു പേടി കണ്ടിട്ട് ആ മരം എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് വലിയൊരു മരമല്ലേ, ഈ രണ്ട് മനുഷ്യർ വിചാരിച്ചാൽ അത് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. എവളും ആകെ തകർന്ന് അവിടെ ഇരുന്ന് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പോലീസിനെ വിളിക്കാനായിട്ട് ഫോണില്ല. അതുപോലെ രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുമ്പോൾ ഒരു മരം വീണ് അങ്ങനെ കിടക്കുന്നു. ചിലപ്പോ അത് ആ ഒരു സൈക്കോന്റെ പണിയായിരിക്കും, സൈക്കോ മുറിച്ചിട്ടതായിരിക്കും ഇവളിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാനായിട്ട്. ആരെങ്കിലും ഈ കാട്ടിലോട്ട് വന്നാലോ, അങ്ങനെ വരാതിരിക്കാനായിട്ട് മനഃപൂർവ്വം ഇതുപോലെ മരം മുറിച്ചിട്ടതായിരിക്കും ആ ഒരു സൈക്കോ. അങ്ങനെ ഇവർ രണ്ടുപേരും പോകാൻ പറ്റാതെ അവിടെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് കാറ് വരുന്നതായിട്ട് ജെസ്സിക്ക് കാണുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ആ ഒരു സൈക്കോ ആണെന്ന്. അവൾ ആകെ പരിഭ്രാന്തിയായിട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പൂപ്പൻ പേടിക്കണ്ട, എന്റെ ഒരു തോക്കുണ്ട്, വന്നാൽ തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും അയാൾ വണ്ടി ഓടിച്ച് അവിടെ വരുന്നുണ്ട്. ആ ഒരു സൈക്കോ പതിയെ നല്ലവനെ പോലെ കാറിൽ നിന്ന് പുറത്തിറങ്ങും. പോലീസുകാരോട് സംസാരിക്കുന്നത് പോലെ എന്റെ അനിയത്തിനെ കിട്ടിയെന്ന് പറയും. അനിയത്തി കാണാതെ പോയി. അങ്ങനെ പോലീസിനെ അറിയിച്ചിട്ട് ഇപ്പൊ അനിയത്തി കിട്ടിയത് കൊണ്ട് തന്നെ പോലീസുകാരോട് അനിയത്തി കിട്ടിയെന്നുള്ള വിവരം വിളിച്ച് പറയുന്നത് പോലെ. ഇത് കാണുമ്പോൾ അപ്പൂപ്പൻ ഒന്ന് വിശ്വസിച്ചു പോവാണ്. എന്നാൽ പേടിയുണ്ട്, തോക്കെടുത്ത് ചൂണ്ടും. പക്ഷേ അയാൾ പതിയെ പതിയെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്റെ അനിയത്തിയാണ്, എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതിനു ശേഷം അവൾക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വീട്ടിൽ അടച്ചിട്ടതാണ്, ഇപ്പൊ അവൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജെസ്സിക്ക് ആകെ പ്രാന്തെടുക്കുകയാണ്. ചുമ്മാതാ അപ്പൂപ്പ, ഇതെല്ലാം കള്ളമാണ്, എന്നെ വെറുതെ വിട്ടേര്, ഇയാൾ അടുപ്പിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ അപ്പൂപ്പന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ഇത് ആ ഒരു സൈക്കോന്റെ അനിയത്തിയാണെന്ന് അപ്പൂപ്പൻ കരുതാണ്. അപ്പൂപ്പൻ സൈക്കോനെ അനുവദിക്കും ജെസ്സിക്കനെ പിടിക്കാനായിട്ട്. സൈക്കോ വന്ന് ജെസ്സിക്കനെ പിടിക്കുകയാണ്, നിന്നെ വീട്ടിൽ കൊണ്ടുപോട്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജെസ്സിക്കനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അപ്പൂപ്പനോട് ജെസ്സിക്ക പറയും, അങ്ങനെയാണെങ്കിൽ ഇയാളോട് പോലീസിനോട് വിവരം പറയാൻ പറ, പോലീസിനെ വിളിക്കാൻ പറ, അവർ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് പറയുമ്പോൾ അപ്പൂപ്പന് ശരിയാണെന്ന് തോന്നും. അയാളോട് ഫോൺ ചോദിക്കും, ഫോൺ താ, ഞാൻ പോലീസിനെ വിളിക്കാന്ന്. ഇത് മുതലെടുത്തുകൊണ്ട് ജെസ്സിക്ക ഈ ഒരു സൈക്കോന്റെ ദേഹത്ത് ഒറ്റ അടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. ഈ ഒരു സൈക്കോ പറയും, ഞാൻ ഫോണൊക്കെ തരാം, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയ ആ ഒരു ജെസ്സിക്കനെ പിടിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം, അങ്ങനെയാണെങ്കിൽ ഫോൺ തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നീട്ടും. അപ്പൂപ്പനും പതിയെ പതിയെ വിശ്വസിച്ചിട്ട് ഫോൺ വാങ്ങാനായിട്ട് ചെല്ലുകയാണ്. എന്നാൽ ജെസ്സിക്ക ദൂരെന്ന് വിളിച്ച് പറയുന്നുണ്ട്, അപ്പൂപ്പൻ മാറിക്കോ, അവൻ ചതിയനാണെന്ന്. അതുപോലെ തന്നെ ഈ ഒരു സൈക്കോ ആണെങ്കിൽ അപ്പൂപ്പനെ ഒറ്റ അടിയാണ് തറയിലിട്ട് പലതവണയായിട്ട് മുഖത്തിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഞ്ചത്തും പല ഭാഗത്തും ഇടിച്ച് അപ്പൂപ്പനെ കൊന്നു കളയുകയാണ്. ചെറിയൊരു ജീവനുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഇടിക്കുകയാണെങ്കിൽ, അതും പ്രായമായിട്ടുള്ള മനുഷ്യനെ ഇടിക്കുകയാണെങ്കിൽ അയാളുടെ കാര്യത്തിൽ തീരുമാനമാവും. ഈ അപ്പൂപ്പൻ മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഈ സൈക്കോ തോക്കെടുത്ത് അപ്പൂപ്പന്റെ ആ തോക്കെടുത്ത് അപ്പൂപ്പനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ജെസ്സിക്ക് ഇതൊക്കെ കണ്ട
കണ്ട് ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ ഒരു സൈക്കോന്റെ മുമ്പിൽ നിൽക്കുവാണെങ്കിൽ എന്തായാലും ജെസിക്കേനെയും അയാൾ കൊന്നുകളയും. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് അവള് പേടിച്ച് ഒരു ഗുഹയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ അവന്റെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ അവിടെ വന്ന് പതുങ്ങിയിരിക്കുമ്പോൾ ടോർച്ച് അടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ അവിടെ വല്ലതും ഉണ്ടോന്ന് ടോർച്ച് അടിച്ച് നോക്കുകയാണ്, ആ ഭാഗത്ത് വല്ലതും ഉണ്ടോന്ന്. എന്നാൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവളെ കാണാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈക്കോ അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൻ മാറിപ്പോയെന്ന് വിചാരിച്ച് ജെസിക്ക പതിയെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആ ഒരു സൈക്കോ പോയിട്ടില്ലായിരുന്നു. അവളുടെ നേരെ ഒറ്റ പൊട്ടിയിട്ടാണ് തോക്കെടുത്തിട്ട്. അവളുടെ ഷോൾഡറിൽ തന്നെ ഉണ്ട കയറുന്നുണ്ട്. അവൾ തറയിൽ വീഴുമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കുറെ ധൈര്യം സംഭരിച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തി ഓടാനായിട്ട് ശ്രമിക്കും. ആ ഒരു സൈക്കോയ്ക്ക് അവളെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. അവൾക്ക് അധികമൊന്നും ഓടാനായിട്ടൊന്നും സാധിച്ചില്ല. മറിഞ്ഞ് താഴെ വീഴും. പിന്നെ അവളെ എഴയാനായിട്ട് തുടങ്ങും. അങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ഒരു കാട്ടിന്റെ ഭാഗത്തൊന്ന് ഒളിച്ചു നിൽക്കുകയാണ്. അവിടെ നിറച്ച് കാടായതുകൊണ്ട് തന്നെ ആ സൈക്കോയ്ക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഇവളിങ്ങനെ പതുങ്ങി ഒരു വെള്ളക്കെട്ടിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. പകുതി വെള്ളത്തിലാണ് അവൾ ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സൈക്കോ വന്നിട്ട് അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇവൾ എവിടാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് നിന്നെ അറിയാം, നീ എവിടെ ഉണ്ടെന്ന് അറിയാം, ഈ ഒരു ഭാഗത്ത് നീ ഉണ്ട്, നിന്നെ എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, അതിനു മുമ്പ് നീ എന്റെ അടുത്ത് വന്ന് കീഴടങ്ങിയാൽ നിന്റെ ശിക്ഷ കുറയുമെന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നുണ്ട്. ഇതെന്നും പറഞ്ഞിട്ട് അവൾ ഇറങ്ങി വരുന്നില്ല. എന്നാ പിന്നെ നമുക്കൊരു ഗെയിം കളിക്കാം, ഞാൻ ഈ തോക്ക് ഇവിടെ വെക്കാം, നിനക്ക് എന്നെ ഇതെടുത്ത് ഷൂട്ട് ചെയ്യാം. ഞാൻ തോക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തോക്ക് അവിടെ വെച്ചിട്ട് അയാൾ മാറിപ്പോവാണ്. അയാൾ മാറിപ്പോയിട്ട് അവിടെ നിന്ന് അവളുടെ ഭർത്താവിനെ പറ്റി കുറ്റങ്ങൾ പറയും. അവനൊരു പേടിത്തൊണ്ടനാണ്, അവന് സൂയിസൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതുകൊണ്ടല്ലേ നിന്നെ താങ്ങാൻ പറ്റാതെ അവൻ മരിച്ചു പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അവൾ എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ആ തോക്കെടുത്ത് ഇയാളുടെ നേരെ ഷൂട്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ ആ തോക്കിൽ ഉണ്ടെന്നും കാണത്തില്ല. അതുകൊണ്ടാണ് തോക്ക് അവിടെ വെച്ചിട്ട് മാറിപ്പോയത്. ഇത്രയും ഹസ്ബൻഡിനെ പറ്റി പറയുമ്പോൾ അവൾ എന്തായാലും പുറത്തോട്ട് വരത്തില്ലേ. പക്ഷെ അവൾ ഈ ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കി അവിടെ ഇരിക്കുകയാണ്. അവൾക്കറിയാം ആ തോക്കെടുത്താലും അതിനകത്ത് ഉണ്ട കാണത്തില്ല, അയാളുടെ ചതിയാണെന്നുള്ള കാര്യം. അങ്ങനെ അവൾ മിണ്ടാതെ അവിടെ ഇരിക്കും. അവൾ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് പതിയെ വേറൊരു സ്ഥലത്തോട്ട് പോയി അന്വേഷിക്കും. ഈ സമയം അവൾ മുതലെടുത്തുകൊണ്ട് പതിയെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൾക്ക് നടക്കാനായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ ഉന്തി എഴഞ്ഞ് നടന്നൊക്കെയാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെല്ലുന്നത്. അവളുടെ ദേഹത്ത് ഷൂട്ട് ഏറ്റത് കൊണ്ട് തന്നെ ഒട്ടും ആരോഗ്യമൊന്നുമില്ല. അതുമല്ല ഫുഡും കഴിച്ചിട്ടില്ല. ആ അപ്പൂപ്പൻ കൊടുത്ത കുറച്ച് സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അവൾ ആകെ തളർന്ന് ആ മരച്ചുവട്ടിൽ വന്നിരുന്ന് ഉറങ്ങി പോവാണ്. പിറ്റേന്ന് രാവിലെ അവൾ കണ്ണ് തുറന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ കുറച്ചൊക്കെ ആരോഗ്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ നടക്കാണ്. നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവള് ആ ഒരു സൈക്കോന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കും. പതിയെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് അയാൾ വണ്ടി എടുത്ത് ആ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഡിക്കി തുറക്കാണ്. ആ ഡിക്കിക്കകത്ത് തന്നെ ആ അപ്പൂപ്പന്റെ ബോഡി ഉണ്ട്. ജെസിക്ക ഇതെല്ലാം നോക്കി അവിടെ നിൽപ്പുണ്ട്. അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. ആ അപ്പൂപ്പനെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്നത് മറ്റൊന്നിനുമല്ല, അവിടെ തന്നെ ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഴിയിലിട്ട് മൂടാനാണ്. ഇയാൾ അപ്പൂപ്പനെ എടുത്ത് കുഴിയിലിടുന്ന നേരം ജെസിക്ക പതിയെ സൈക്കോ അറിയാതെ കാറിന്റെ അടുത്ത് ചെല്ലുകയാണ്. കാർ എടുത്ത് പോകാനാണ് അവളുടെ പ്ലാൻ. അയാൾ അവിടെ നിന്ന് ആ അപ്പൂപ്പനെ കുഴിച്ചിടുന്ന തിരക്കിലാണ്. അവൾ പതിയെ കാറിൽ കയറിയിട്ട് താക്കോല് തപ്പും. എന്നാൽ താക്കോൽ കിട്ടുന്നില്ല. കാറിന്റെ പല ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. ആ ചെക്ക് ചെയ്യുന്ന നേരത്തെ ഈ സൈക്കോന്റെ ഫോൺ കിട്ടുകയാണ്. ആ ഫോൺ ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് പോലീസിനെ വിളിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇയാളെ കുഴിച്ചിട്ടതിന് ശേഷം കാറിന്റെ അടുത്തോട്ട് വരികയാണ്. ഇത് ജെസിക്കയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവള് കാറിന്റെ ഡിക്കിയുടെ ഭാഗത്ത് പോയി കിടക്കാണ്, അയാൾ കാണാതിരിക്കാനായിട്ട്. ഈ സൈക്കോ ഇതൊന്നും മനസ്സിലാക്കാതെ കാറിൽ വന്ന് കയറിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൂപ്പനെ കുഴിച്ചിട്ടതിന്റെ ആ സന്തോഷത്തില്. അതുമല്ല പിറകിലൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവള് ശ്വാസം വലിക്കുന്ന ചെറിയൊരു ശബ്ദമാണ്. എന്നാൽ അയാൾ ഇത് വലിയ കാര്യമാക്കാതെ കാർ എടുത്ത് അവിടെ നിന്ന് പോകും. കാറിൽ പോകുന്ന സമയത്തും ഇവളാകെ പേടിച്ച് ശബ്ദം ഉണ്ടാക്കാതെ ഡിക്കിയിൽ അങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ പറ്റൂ. അപ്പൊ പോലീസിനോട് കാര്യം പറയണം. അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കും. പോലീസിനോട് രഹസ്യം പറയുന്നത് പോലെ എന്നെ ഒരാളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് ഇത് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. ഇവള് രഹസ്യം പറയുന്നത് പോലെ പറയുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് വേറെ മാർഗമില്ല. ഫോൺ ട്രേസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, എന്നാലും പോലീസുകാർക്ക് വ്യക്തമല്ല. ഈ നേരം ഈ സൈക്കോ ആണെങ്കിൽ കാർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാളുടെ ഫോൺ കാണുന്നില്ല. അയാളുടെ ഫാമിലിനെ വിളിക്കാനായിട്ട് പോയതാണ്, എന്നാലും ഫോൺ കാണുന്നില്ല. പതിയെ കാർ അവിടെ ഒതുക്കിയതിനു ശേഷം കാർ മൊത്തം ചെക്ക് ചെയ്യും, എന്നാലും ഫോൺ കിട്ടുന്നില്ല. ഇയാൾക്ക് എന്തൊക്കെ ഡൗട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ജെസിക്ക വല്ലതും ഫോൺ അടിച്ചോണ്ട് പോയോ അതൊന്നും അറിയത്തില്ല. ഈ നേരം ജെസിക്കയ്ക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ടുണ്ട്. പോലീസിനെ വിളിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇനി വെയിറ്റ് ചെയ്താൽ ഈ നാറി അവളെ കൊന്നു കളയും. അതല്ല അവൾക്ക് ഡിക്കിന്ന് ഒരു ജാക്കി കിട്ടിയിട്ടുണ്ട്, വലിയൊരു ജാക്കി. അതിട്ടടിച്ചാൽ എന്തായാലും അവന്റെ കാര്യം തീരുമാനവും. അവള് ചാടി ബാക്ക് സീറ്റിൽ കയറിയിട്ട് അവന്റെ തല നോക്കി പല തവണയായിട്ട് അടിക്കും. ഈ അടിക്കുന്ന സമയത്ത് അയാൾ വേദന കൊണ്ട് അറിയാതെ ആക്സിലേറ്ററിൽ ചവിട്ടാണ് വണ്ടി മുമ്പോട്ട് നീങ്ങി തുടങ്ങുന്നത്, അത് നല്ല സ്പീഡിൽ. പക്ഷെ അവള് വിടത്തില്ല, പല തവണയായിട്ട് അടിക്കും. അയാൾ ഒരു കത്തിയെടുത്ത് അവളെ കുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ജാക്കിക്ക് ആ കത്തിയൊക്കെ അടിച്ച് ബാക്ക് സീറ്റിൽ ഇടുകയാണ്. ആ കത്തി അവളുടെ അടുത്ത് തന്നെ വീണിട്ടുണ്ട്. എന്നാൽ അയാൾ അവളെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ ആ കത്തിയെടുത്ത് അവന്റെ കയ്യിൽ തന്നെ കുത്തി ഇറക്കും. ആ സീറ്റിലോട്ട് കുത്തി ഇറക്കി വെക്കുകയാണ്. ഈ വേദനയിൽ അയാൾക്ക് സ്റ്റിയറിംഗും പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. വണ്ടിയുടെ കൺട്രോൾ തെറ്റിയിട്ട് ആ ഒരു സൈഡിലുള്ള പൊക്കപ്പുറത്തൊക്കെ കയറി വണ്ടി കുത്തനെ മറിയും. വണ്ടി മറിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ അവൾക്ക് ചെറിയ ബോധമുണ്ട്. അവൾ പതിയെ എങ്ങനെയെങ്കിലുമൊക്കെ ആരോഗ്യമില്ലാതെ പുറത്തോട്ടിറങ്ങി വരും. അവളുടെ ശരീരമൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ പലതവണയായിട്ട് ജാക്കിക്ക് തലയിൽ അടി കിട്ടിയത് കൊണ്ട് തന്നെ അത്രയും ബോധം വന്നിട്ടില്ല. ഇവള് പതിയെ
പതിയെ ഇഴഞ്ഞ് കാറിന്റെ പുറത്തോട്ട് വന്ന് ആ ചെളിയിൽ അങ്ങനെ കിടക്കുകയാണ്. അവൾ കിടക്കുന്ന സമയത്ത് ആകാശത്തൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ ആൾക്കാരുണ്ട്, എങ്ങനെയെങ്കിലും ഈ മരമില്ലാത്ത ഭാഗത്ത് പോയി ഈ ഹെലികോപ്റ്ററിനെ വിളിച്ച് പറഞ്ഞാൽ മതി, അവളെ രക്ഷിക്കാനായിട്ട് ആൾക്കാർ വരും. അവൾ എങ്ങനെയെങ്കിലും മരമില്ലാത്ത ഭാഗത്ത് പോകാനായിട്ട് ആ ചെളിയിൽ കൂടെ കിഴഞ്ഞിട്ട് പതിയെ പതിയെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ നേരം കൊണ്ട് ആ സൈക്കോയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അയാളെ രക്തത്തിൽ കുളിച്ചിട്ട് ആ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. എണീറ്റ് നടക്കാനായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ല, എന്നാലും നടക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് ജെസിക്ക ആണെങ്കിൽ ആ മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഹെലികോപ്റ്ററിനെ എങ്ങനെയെങ്കിലൊക്കെ വിളിക്കാനായിട്ട് സാധിക്കും. ഹെലികോപ്റ്ററിൽ പോകുന്ന ആൾക്കാർക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അവിടെ നിന്നാൽ. അതുപോലെ ജെസിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ഒരു സൈക്കോയ്ക്ക് ബോധം വന്നിട്ട് ജെസിക്കയുടെ അടുത്ത് അവൻ എത്തിക്കഴിഞ്ഞു. അവനെ വെറുതെ വിടാനായിട്ട് ജെസിക്കയ്ക്ക് താല്പര്യമില്ല. ആ ഒരു സൈക്കോന്റെ ഫോൺ അവളുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ ഭാര്യയ്ക്ക് കോൾ ചെയ്യും. എന്നാൽ ഫോൺ എടുക്കുന്നതാവട്ടെ മോളാണ്. മോളോട് ഭാര്യയിടയിൽ ഫോൺ കൊടുക്കാനായിട്ട് പറയും. അങ്ങനെ ഭാര്യ എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജെസിക്കയാണ്, നിങ്ങളുടെ ഭർത്താവ് ഒരു സൈക്കോയാണ്, എന്നെ തട്ടിക്കൊണ്ട് വന്ന് കൊല്ലാനായിട്ട് ശ്രമിച്ചു, അയാളെ വിശ്വസിക്കാനായിട്ട് പാടില്ല. നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അയാൾ ബിസിനസ് ട്രിപ്പിന് പോയെന്നല്ലേ? എന്നാൽ അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ, അയാൾ ഒരു സൈക്കോ കില്ലറാണ്, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടും. ഈ നേരം കൊണ്ട് അയാൾ അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇയാളുടെ ഫാമിലി തകർന്നെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ഫോൺ എടുത്ത് ജെസിക്ക അയാളുടെ അടുത്തോട്ട് എറിയാണ്. ഇയാളും ആ ഫോൺ എടുത്തിട്ട് ഭാര്യയോട് എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയും. ഭാര്യ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. എടോ മനുഷ്യൻ, നിങ്ങൾ എവിടെ പോയി കിടക്കാന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ അയാൾ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവൾ ആക്രമിക്കാനായിട്ട് ചെല്ലും. എന്നാൽ അവളുടെ വലിയൊരു ജാക്കിയല്ലേ ഇരിക്കുന്നത്. അവൾ ആ ജാക്കി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ ജാക്കിക്ക് അയാൾ അടിച്ച് തറയിലിടും. പലതവണയായിട്ട് അയാൾ അടിക്കുന്നുണ്ട്. നല്ല അടിയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നാൽ ഈ ഫൈറ്റിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് ഉരുണ്ടിട്ട് ജെസിക്കയുടെ ദേഹത്തൊക്കെ അയാൾ കത്തി വെച്ച് കുത്തുന്നുണ്ട്. ആ കത്തിയും അയാൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾ ജാക്കിക്ക് ആ കത്തിയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് ആ കത്തി എടുത്ത് അയാളുടെ നെഞ്ചത്ത് തന്നെ കുത്തി ഇറക്കുകയാണ്. അയാൾക്ക് അനങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നാമത് ആരോഗ്യമില്ലായിരുന്നു, ഇപ്പൊ കത്തിയോടെ കുത്തി ഇറക്കിയപ്പോൾ ഒട്ടും ആരോഗ്യമില്ല. അങ്ങനെ കത്തി കുത്തി ഇറക്കിയിട്ട് അയാളുടെ മുഖത്തിന്റെ ഭാഗത്തോട്ട് അവൾ വന്നൊരു നോട്ടമുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തൊട്ട് നോക്കടാ എന്നുള്ള രീതിയിൽ. അയാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. ഇവൾ അങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ആകെ ക്ഷീണിച്ചൊരു സൈഡിലോട്ട് മാറി കിടക്കും. അതുമല്ല, ആ ഒരു ഹെലികോപ്റ്റർ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് താഴോട്ട് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. കാരണം അവളുടെ മുടിയും തൊട്ടടുത്തുള്ള സാധനങ്ങളൊക്കെ പറക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അടിപൊളിയല്ലായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.